ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടതുപോലെ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷനൊക്കെ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടും വൈപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തതാ. ഇതുപോലെ 3 ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഒന്നാമത്തെ ഇമേജ്, രണ്ടാമത്തെ ഇമേജ്, മൂന്നാമത്തെ ഇമേജ്. ഇതുപോലെ 3 ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇമേജാണ് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളത് സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ക്ലിപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് വെക്കുക. ഞാൻ ഇവിടെ കുറച്ച് മാർക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കീ ഫ്രെയിം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് വെച്ചാൽ 0-ൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 0.15 ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 0.20 ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1.10 ആഡ് ചെയ്തിട്ടുണ്ട്. 1.15 ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2.10 ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കുറച്ച് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിവിടെ ഇതുപോലെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കീ ഫ്രെയിം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്തത്, ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ആ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇനി ആദ്യം നമ്മൾ ഇതിലേക്ക് ഒരു സർക്കിൾ ആഡ് ചെയ്യണം. ഇതുപോലെ ഒരു സർക്കിൾ ആഡ് ചെയ്യുക. ശേഷം എൻഡ് വരെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ആ ഒരു സർക്കിൾ സെലക്ട് ചെയ്യുക. സർക്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് വരാം. അതായത് 0.15 വരാം. 15 വന്നിട്ട് സ്കെയിൽ ടൂളിൽ വന്ന് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ശേഷം നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട്, അതായത് 1.10 ആ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഈ ഒരു കീ ഫ്രെയിം ഒക്കെ നിങ്ങളുടെ ബീറ്റിനനുസരിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യുമ്പോൾ അത് പറയുന്നതേ ഇല്ലൂ ഇത്ര സെക്കൻഡിൽ ആഡ് ചെയ്യാമെന്ന്. ഓക്കെ, ശേഷം ഈ ഒരു രണ്ടാമത്തെ കീ ഫ്രെയിം സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ശേഷം ഫസ്റ്റ് കീ ഫ്രെയിം 0 ആക്കി കൊടുക്കുക. ഓക്കെ, ശേഷം ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഈ ഒരു കർവാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതായത് ഈ ഒരു സർക്കിൾ സെലക്ട് ചെയ്താൽ ഇവിടെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ നമ്മളിതാ ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡിഫറൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡിഫറൻസിൽ ഡിഫറൻസ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒക്കെ മാറ്റാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം ബാക്ക് വന്നതിന് ശേഷം വീണ്ടും എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ ഇതിലേക്ക് കളർ ആൻഡ് ലൈറ്റിൽ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറയുന്നൊരു എഫക്റ്റ് ഉണ്ട്. ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിൻ്റെ സാച്ചുറേഷൻ വന്ന് നമ്മളൊന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു -100 ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജിലാണ് ഇതുപോലെ ആയിരിക്കും കിട്ടുക, അതായത് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യുന്ന ഈ ഒരു ഇമേജിൽ. ഓക്കെ, ശേഷം നമ്മൾ അടുത്ത 2 ഇമേജ് ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഇതാണിതാ. അപ്പോൾ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലില്ല ആ ഒരു ഇമേജ് സെറ്റ് ആയിട്ടുണ്ട്. ഇമേജും ആ ഒരു സർക്കിൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ മുകളിൽ നിങ്ങൾ കണ്ട ആ ഒരു ചെറിയൊരു ട്രാൻസിഷനാണ്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ 2 ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. ശേഷം മൂവ് ടൂൾ പോയിട്ട് നമ്മളിവിടെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതായത് 0.20 ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ 1.15 ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ശേഷം ഈ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊന്ന് ഇടത്തെ ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ഈ ഒരു കർവ് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്യാം. ശേഷം ബാക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മൂവ് ആവുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടുത്തൊരു ഇമേജ് സെലക്ട് ചെയ്യുക. ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളത് ഏകദേശം ഒരു ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 1.15 ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, ശേഷം എൻഡിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ശരി, ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക.
നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. 2 കീ ഫ്രെയിം ആഡ് ചെയ്യൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഇടത്തുനിന്ന് വരുന്ന രീതിയിൽ, അടുത്ത ഭാഗത്തുനിന്ന് വരുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ശേഷം 2 കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ടാണ് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച കേർവ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഡിസ്റ്റോർഷൻ ആൻഡ് വാർപ്പ് പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം മിറർ വന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ ബ്ലറ് പോയിട്ട് മോഷൻ ബ്ലർ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയാൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്ത കർവ് ജസ്റ്റ് ഒന്ന് മാറ്റണം. അതായത് ഈ ഒരു രണ്ടാമത്തെ ഇമേജിൽ ആഡ് ചെയ്ത കർവ് ഒന്ന് മാറ്റണം. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ഈ ഒരു കർവ് പേസ്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. അത് ഞാൻ മറന്നു പോയതാണ്. ഓക്കെ, അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ ആഡ് ചെയ്ത 2 എഫക്റ്റ്, അതായത് ഈ ഒരു മോഷൻ ബ്ലറും ടൈൽസും എഫക്റ്റ് ഇതിലേക്ക് വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇമേജ് വീണ്ടും സെലക്ട് ചെയ്യുക. വീണ്ടും ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഫുള്ളാക്കി ഇട്ട് കൊടുക്കുക. ഫുള്ളാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കേർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം. ശേഷം ഈ ഒരു ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക, എൻഡ് വരെ സെറ്റ് ചെയ്യുക. ഓക്കെ, എൻഡ് വരെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളും ഈ 2 ഇമേജും തമ്മിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കളർ വന്ന് വൈറ്റ് ആക്കി കൊടുക്കുക. ശേഷം ഷേപ്പിൽ വന്നിട്ട് അതിൻ്റെ എക്സ് ഷേപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് എത്രയാണ് അതിൻ്റെ വാല്യൂ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളതിൻ്റെ വൈ വാല്യൂം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏകദേശം ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഈ ഒരു റേഞ്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് കൊണ്ടുവരാം. ശേഷം ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് ഇതിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ശേഷം ഈ ഒരു റെക്റ്റാങ്കിൾ ഒന്ന് എൻഡ് വരെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു നൾ ആഡ് ചെയ്യണം. അതിന് നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിൽ ഒബ്ജക്റ്റിൽ പോയിട്ട് നള്ള് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം എൻഡ് വരെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നള്ള് സെലക്ട് ചെയ്യുക. നമ്മൾ ഇതിലേക്ക് നള്ളുമായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. അതിന് ആദ്യം ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് നമ്മളത് നള്ളുമായിട്ട് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്കും നമ്മൾ ആ ഒരു നള്ളുമായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു നള്ള് ചെയ്യുന്ന ഓരോ കാര്യം നമുക്കതാ ആ ഒരു റെക്റ്റാങ്കിളിലും ആ ഒരു വീഡിയോയിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു നള്ള് സെലക്ട് ചെയ്യുക. നള്ള് സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ മൂവിൽ വന്നിട്ട് ഫസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. മൂവിലല്ല, നമ്മൾ സ്കെയിലാണ് ചെയ്യേണ്ടത്. സ്കെയിലിൽ വന്നിട്ട് ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 2 സൈഡിലായിട്ട്, അതായത് 1.10ലും അതുപോലെ തന്നെ 0.15ലും 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി ഇട്ട് കൊടുക്കുക. സെക്കൻഡുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക.
ഓക്കെ. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു ഗ്രാഫ് ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. ഓക്കെ. ശേഷം ബാക്ക് വരാം. ശേഷം ബാക്ക് വന്നതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയതാ. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു അടിപൊളിയായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു നള്ളും കൂടി ആഡ് ചെയ്യണം. ഈ ഒരു നള്ളും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഒരു നള്ളും കൂടി ആഡ് ചെയ്യുക. ശേഷം എൻഡ് വരെ ആ ഒരു നള്ള് സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു നള്ള് ആദ്യം നമുക്ക് ഇതിലേക്ക് ഒന്ന് പെയർ ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. ആദ്യം നമ്മൾ ഈ ഒരു 3 ലെയർ, അതായത് ആദ്യം ഈ ഒരു നള്ള് 1 നമ്മൾ നള്ള് 2 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സർക്കിള് നള്ള് 2 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജും നള്ള് 2 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ. ശേഷം ഈ ഒരു നള്ള് 2 സെലക്ട് ചെയ്യുക. നള്ള് 2 സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ സ്കെയിൽ ടൂളിൽ വന്നിട്ട് 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. 1.03 ഒരു കീ ഫ്രെയിം. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് വന്നൊരു കീ ഫ്രെയിം 1.28 വന്നൊരു കീ ഫ്രെയിം. ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ. ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കീ ഫ്രെയിം കുറച്ചൊന്ന് സൂമാക്കി കൊടുക്കുക. കുറച്ചൊന്ന് സൂമാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത അതേ ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അത് പേസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും നള്ള് 1ലേക്ക് വരാം. അതിന് ഉൾപ്പെട്ടെ നമ്മൾ നേരത്തെ കീ ഫ്രെയിം ആഡ് ചെയ്ത 2 ഭാഗം നമ്മളിതിൽ മാർക്ക് ചെയ്തിട്ടില്ല. അതായത് 1.03 അതുപോലെ തന്നെ 1.28 ബാക്കി എല്ലാ മാർക്കും ഞാൻ കളയുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഇപ്പോൾ ഞാൻ ഇവിടെ 2 മാർക്കും കൂടി ആഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ ഇതിൽ ആ നള്ള് 2ൽ സൂമിൽ ആഡ് ചെയ്ത 2 കീ ഫ്രെയിമിൻ്റെ മാർക്കുകളാണ്. ഓക്കെ. ശേഷം നമ്മൾ ആ ഒരു മാർക്കം ചെയ്തതിന് ശേഷം നള്ള് 1ലേക്ക് വരാം. നള്ള് 1ലേക്ക് വന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ റൊട്ടേറ്റിൽ വന്ന് 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ആഡ് ചെയ്ത അതേ ഭാഗത്തായിട്ട് വന്നിട്ട് ശേഷം രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഏകദേശം ഒരു 5 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. 5% ഒക്കെ സെറ്റ് ചെയ്യുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. ഇനി നിങ്ങൾക്ക് ഇതിൽ ആ ഒരു സൈസ്, അതായത് ആ നടുക്കുള്ള റെക്റ്റാങ്കിളിൻ്റെ ഇമേജിൻ്റെയും സൈസ് ഇത്ര വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൽ പോയിട്ട് ഈ ഒരു വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ. ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതാ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കണ്ടില്ലേ, ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഒരു അടിപൊളിയായിട്ടുള്ള ട്രാൻസിഷനാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് എഫക്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേവോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് ഫിൽ ടു കോമ്പോസിഷൻ ഏരിയ കൊടുക്കുന്നുണ്ട്. ശേഷം എൻഡ് വരെ സെറ്റ് ചെയ്ത് എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രണ്ടാമത്തെ ഗ്രൂപ്പ് ഓപ്ഷനാണ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് എഫക്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എഫക്റ്റ് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് സൂമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഒരു സൂം ആഡ് ചെയ്ത് കാണിച്ചു തരാം. ബേസിക്കായിട്ട് ഞാൻ ഇവിടെ മാർക്ക് കൊടുക്കുന്നുണ്ട്. സ്കെയിൽ ടൂൾ പോയിട്ട് ഇതുപോലെ ഫസ്റ്റ് കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ഇവിടെ വന്ന് നമ്മളൊരു ഗ്രാഫ്, ഇതുപോലെ ഒരു ഗ്രാഫ് ആഡ് ചെയ്യുക. ഇത് കോപ്പി ചെയ്യുക. അപ്പോൾ നമുക്കിതാ ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ എൻഡിങ്ങിൽ വേണമെങ്കിൽ ഒരു സൂം ഔട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാ ഇവിടെ 2 കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇവിടെ സൂം ഔട്ട് ആവുന്ന രീതിയിൽ
നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പീസ് ചെയ്യുക, ശേഷം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഇതിലേക്ക് 2 എഫക്റ്റും കൂടി ആഡ് ചെയ്യുക. നേരത്തെ ആഡ് ചെയ്ത അതേ എഫക്റ്റ്, ടൈൽസും മോഷൻ ബ്ലറും. അപ്പോൾ നമുക്ക് ഫൈനലി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു ട്രാൻസിഷൻ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഒരു അടിപൊളിയായിട്ടുള്ള ട്രാൻസിഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിലൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേവും പിന്നെ കുറച്ച് വേവും കാര്യങ്ങളൊക്കെ, അതായത് വേവ് അതുപോലെ തന്നെ വേറെ കുറേ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി അടിപൊളിയാവും. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.